ഒരിക്കൽ ഉണ്ണി എന്നൊരു നമ്പൂതിരി ബാലൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിവേദ്യം സമർപ്പിച്ചു. ചോറും തൈര്, മാങ്ങ എന്നിവ ചേർത്ത കറിയുമായിരുന്നു നിവേദ്യം. എന്നാൽ ഭഗവാൻ അത് കഴിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി സങ്കടത്തിലായി. അച്ഛൻ നമ്പൂതിരി പറഞ്ഞത് ഓർത്ത് ഉണ്ണി ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് കെഞ്ചി പറഞ്ഞു, ഉണ്ണിക്കണ്ണ, ചോറ് ഉണ്ണൂ, അല്ലെങ്കിൽ അച്ഛൻ എന്നെ തല്ലും. ആ ബാലന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയിൽ ഗുരുവായൂരപ്പൻ പ്രസന്നനായി. മുരളീ മനോഹര മോഹന മുരാരി. ഭക്തന്റെ ആഗ്രഹം സാധിച്ചുകൊടുത്ത് ഭഗവാൻ ആ നിവേദ്യം മുഴുവനും ഭക്ഷിച്ചു. ഇത് കണ്ട ഉണ്ണിക്ക് അതിയായ സന്തോഷം തോന്നി. തിരിച്ചെത്തിയ അച്ഛൻ നമ്പൂതിരിക്ക് നിവേദ്യം കാണാൻ കഴിഞ്ഞില്ല. ഉണ്ണിയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഭഗവാൻ നിവേദ്യം കഴിച്ചതാണെന്ന് ഉണ്ണി പറഞ്ഞു. ഉണ്ണി പറഞ്ഞത് കേട്ട അച്ഛൻ നമ്പൂതിരിക്ക് ഭഗവാന്റെ ഭക്തവാത്സല്യം മനസ്സിലായി. ഭക്തന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ഭഗവാൻ പോലും വഴങ്ങും എന്ന സത്യം ആ സംഭവം വെളിവാക്കി. ഈ കഥ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആഴമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്.